നമസ്കാരം, എല്ലാവർക്കും PSC പ്രോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് ഒരു മോക്ക് ടെസ്റ്റാണ്. 20 ചോദ്യങ്ങളുള്ള മോക്ക് ടെസ്റ്റ്. ഇതിൻ്റെ ഒരു കട്ട് ഓഫ് 14 നമുക്ക് ഫിക്സ് ചെയ്യാം. വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ഇന്നത്തെ മോക്ക് ടെസ്റ്റിലെ ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ബേക്കിംഗ് സോഡ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം ഏതാണ്? ഓപ്ഷൻസ് വായിക്കുന്നില്ല, ആൻസർ പറഞ്ഞു പോകുകയാണ്. ബേക്കിംഗ് സോഡ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം ഏതാണ്? ഇതിൻ്റെ ആൻസർ സോഡിയം ബൈകാർബണേറ്റ് ആണ് ബേക്കിംഗ് സോഡ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത്. പ്രാചീന കേരളത്തിൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലയുടെ തീരങ്ങളും കോഴിക്കോട് ജില്ലയുടെ ഏതാനും ഭാഗങ്ങളും ഉൾപ്പെട്ട പ്രദേശം അറിയപ്പെട്ടത്. പ്രാചീന കേരളത്തിൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളുടെ തീരങ്ങളും അതുപോലെ കോഴിക്കോട് ജില്ലയുടെ ഏതാനും ഭാഗങ്ങളും ചേർന്നിട്ടുള്ള പ്രദേശം അറിയപ്പെട്ടിരുന്നത് ഏതു പേരിലാണ്? ആൻസർ പൂഴിനാട് എന്നാണ്. അടുത്ത ചോദ്യം, ഫർക്ക പദ്ധതി കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിൽ ലയിച്ച വർഷം ഏതാണ്? ഫർക്ക പദ്ധതി കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിൽ ലയിച്ച വർഷം ആൻസർ 1952 ആണ്. അടുത്ത ചോദ്യം, ഗവർണർക്ക് പൊതുമാപ്പ് നൽകാനുള്ള ആർട്ടിക്കിൾ. ഗവർണർക്ക് പൊതുമാപ്പ് നൽകാനുള്ള ആർട്ടിക്കിൾ ഏതാണ്? ആൻസർ ആർട്ടിക്കിൾ 161 ആണ് ഗവർണറുടെ പൊതുമാപ്പ്. അടുത്ത ചോദ്യം, സാമ്രാജ്യത്വ ശക്തികൾ തമ്മിലുള്ള തർക്കങ്ങൾ ലോകരാഷ്ട്രങ്ങളെ കൊണ്ടെത്തിച്ച യുദ്ധം ഏതാണ്? സാമ്രാജ്യത്വ ശക്തികൾ തമ്മിലുണ്ടായിരുന്ന തർക്കം കൊണ്ടെത്തിച്ച യുദ്ധം ഏതാണ്? ഇതിൻ്റെ ആൻസർ 1-ാം ലോകമഹായുദ്ധമാണ്. അടുത്ത ചോദ്യം, മോണോസൈറ്റ് ഏതിൻ്റെ അയിരാണ്? മോണോസൈറ്റ് ഏതിൻ്റെ അയിരാണ്? ആൻസർ തോറിയമാണ്. അടുത്ത ചോദ്യം, ഒരു ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണം ഏതാണ്? നെഗറ്റീവ് ചാർജുള്ള കണങ്ങളാണ് ഇലക്ട്രോൺ. അടുത്ത ചോദ്യം, 2021 സ്വീഡിഷ് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചലച്ചിത്രം ഏതാണ്? 2021 സ്വീഡിഷ് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രം ഏതാണ്? ജോജിയാണ്. അടുത്ത ചോദ്യം, ക്രിക്കറ്റിലെ എല്ലാ ഫോർമാറ്റുകളിൽ നിന്നും അടുത്തിടെ വിരമിച്ച ലസിത് മലിംഗ ഏത് രാജ്യക്കാരനാണ്? ലസിത് മലിംഗ ഏത് രാജ്യക്കാരനാണ്? ശ്രീലങ്കക്കാരനാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ നിന്ന് അടുത്തിടെ പിൻവാങ്ങിയ US കാർ നിർമ്മാതാക്കൾ ഏതാണ്? ഇന്ത്യയിൽ നിന്ന് അടുത്തിടെ പിൻവാങ്ങിയ US കാർ നിർമ്മാതാക്കൾ ഏതാണ്? ഇതിൻ്റെ ആൻസർ ഫോർഡാണ്. അടുത്ത ചോദ്യം, മലയാളി എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ച ചെമ്പുകാവ്യം ഏതാണ്? മലയാളി എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ച ചെമ്പുകാവ്യം ഏതാണ്? ഉണ്ണിയാടി ചരിതമാണ്. ആൻസർ ഉണ്ണിയാടി ചരിതമാണ് ഇതിൻ്റെ ആൻസർ. ഉള്ളൂരിൻ്റെ പച്ച മലയാള കൃതികളിൽ പെടാത്തത് ഏത്? ഉള്ളൂരിൻ്റെ പച്ച മലയാള കൃതികളിൽ പെടാത്തത് ഏതാണ്? ആൻസർ അറിവാണ്. ഇതിലുള്ള പല ക്വസ്റ്റ്യൻസും റിപ്പീറ്റഡ് ആണ്. നമ്മൾ ഇതിനു മുന്നുള്ള മോക്ക് ടെസ്റ്റിലൊക്കെ കണ്ടിട്ടുള്ള ചോദ്യങ്ങളാണ്. അടുത്ത ചോദ്യം, ജൂൺ 5 പരിസ്ഥിതി ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച സ്റ്റോക്ക്ഹോം സമ്മേളനം നടന്ന വർഷം ഏതാണ്? ജൂൺ 5 പരിസ്ഥിതി ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച സ്റ്റോക്ക്ഹോം സമ്മേളനം നടന്ന വർഷം 1972 ആണ്. അടുത്ത ചോദ്യം, കേരളത്തിൻ്റെ കാരണവർ എന്ന മന്നത്ത് പത്മനാഭനെ വിശേഷിപ്പിച്ചത് ആരാണ്? കേരളത്തിൻ്റെ കാരണവർ ആരാണ്? മന്നത്ത് പത്മനാഭൻ. അങ്ങനെ വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധിയാണ്. അടുത്ത ചോദ്യം, സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നടന്നത് എവിടെ? സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നടക്കുന്നത് പാരീസിലാണ്. അടുത്ത ചോദ്യം, കേരള പബ്ലിക് സർവീസ് നിയമം നിലവിൽ വന്ന വർഷം. കേരള പബ്ലിക് സർവീസ് നിയമം നിലവിൽ വരുന്നത് എന്നാണ്? 1968 അടുത്ത ചോദ്യം, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കുന്നത്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കുന്നത് ഇതിൻ്റെ ഓപ്ഷൻസ് ഒന്ന് നോക്കാം. നിയമവകുപ്പിന് കീഴിൽ, പ്രധാനമന്ത്രിയുടെ കീഴിൽ, സുപ്രീം കോടതിയുടെ കീഴിൽ, ഇവരാരുടെയും കീഴിൽ അല്ല. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഇവരാരുടെയും കീഴിൽ അല്ല എന്നുള്ളതാണ്. അടുത്ത ചോദ്യം, ലോകത്തിൽ ആദ്യമായി വൃത്താന്ത പത്രം ആരംഭിച്ചത് ഏത് രാജ്യത്താണ്? ലോകത്തിൽ ആദ്യമായി വൃത്താന്ത പത്രം ആരംഭിക്കുന്നത് ചൈനയിലാണ്. അടുത്ത ചോദ്യം, കേരളത്തിൽ ജനകീയാസൂത്രണം ഉദ്ഘാടനം ചെയ്യപ്പെട്ട വർഷം. കേരളത്തിൽ ജനകീയാസൂത്രണം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് 1996
അടുത്ത ചോദ്യം ആരുടെ പ്രസംഗത്തിൽ നിന്നാണ് 1959 വിമോചന സമരത്തിന് ആ പേര് ലഭിച്ചത്? വിമോചന സമരം 1959 അതിന് ആ പേര് ലഭിച്ചത് ആരുടെ പ്രസംഗത്തിൽ നിന്നാണ്? ഇതിൻ്റെ ആൻസർ പനമ്പിള്ളി ഗോവിന്ദ മേനോൻ. നമ്മളിപ്പോൾ ഇത്ര നേരം 20 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് കമൻറ്റ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.